1 കിലോ പരിപ്പിന്റെ വില. റേഷൻ കടയിലെ പരിപ്പാണ്. പരിപ്പില്ലടോ. റേഷൻ കട പരിപ്പില്ല. ഓ, അപ്പൊ തന്നെ കിറ്റുണ്ട്. അതൊക്കെ ഓണത്തിന് ഓണത്തിന് പരിപ്പുണ്ടായിരുന്നു. സാധാ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ പരിപ്പിന്റെ വില 1 കിലോ ഒരു 240. 240. 1 കിലോ. 1 കിലോന് 240. അല്ലെങ്കിൽ 150. ലിനു പറ. 1 കിലോ 35ആണല്ലേ? ഒരാൾ 240. ഓക്കെ, നമുക്ക് 130 to 160 1 കിലോ. ക്വാളിറ്റി കുറഞ്ഞ പരിപ്പ്. അത് ഞാൻ ക്വാളിറ്റി കൂടി പരിപ്പില്ല പറഞ്ഞത്. ഇവള് 35. ഓൺലി മറ്റേ ഇമ്പോർട്ടഡ് ഓൺലി. അതെ അതെ. ഇവളുള്ള അപ്പനും കൂടെ താഴെ തുണി കിട്ടി കക്കാൻ 35 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 35 രൂപ കിട്ടും. അത് കിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. പരിപ്പ്, ചുവന്ന പരിപ്പ്, കടലപ്പരിപ്പ്, എല്ലാത്തിനും ഇങ്ങനെയാണെന്ന് തോന്നണു. അതെ, ഞാൻ എന്റെ വീട്ടിൽ കന്യാസിയാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മാർക്കില്ല. 0. ഓക്കെ, 1 കിലോ പഞ്ചസാരയുടെ വില. പഞ്ചസാരക്ക് നമുക്ക് 1 കിലോയ്ക്ക് ഒരു 340 രൂപ. 1 കിലോ അല്ലേ? 1 കിലോ കത്തം കൊടുക്കണ്ട. 1 കിലോ 35 രൂപ. 1 കിലോ ഞാൻ വലിയ 10 രൂപ. 1 കിലോ പരിപ്പ്, 1 കിലോ പഞ്ചസാര അന്നത്തെ വീട്ടുകാരെ ഞാൻ വരെ വയനാട്ടിലെ കണക്ക് ചോദിച്ചല്ലോ. ആ ഓർമ്മയ്ക്ക് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. എസ്റ്റിമേറ്റ് പഞ്ചസാര, നോർമൽ പഞ്ചസാര അല്ല. ഇപ്പൊ എത്ര നീ പറഞ്ഞേ? ഞാനൊരു 35 രൂപ 1 കിലോ പഞ്ചസാര. 1 കിലോ 35. പപ്പായ വാങ്ങണം. എനിക്കറിയത്തില്ല. പപ്പായാണ് വാങ്ങുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് പറയാം. ചുമ്മാ ഒരു ഗസ് കൊടുക്ക്. 45. ഞാൻ 35. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആക്ച്വലി പപ്പായ വാങ്ങിയത് കൊണ്ട് കറക്റ്റ് പറഞ്ഞത് ലിനു ആണ്. ഒരു 50 to 60യുടെ ഇടയിലാണ്. സോ എന്നാലും ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ള കണക്കാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് കുറെ കാലമായിട്ട് തമിഴ്നാട് ഇരിക്കണം. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 കുറ്റി ഗ്യാസിന്റെ വില സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 900 ഇത്തിരി താഴെ. 950 ആ ഒരു കറക്റ്റ് ആണ്. ആ ഒരു റേഞ്ച് തന്നെയാണ്. 900 സംതിങ്. അതറിയാം. ഓക്കെ, 1 കിലോ തക്ക. അപ്പൊ നിങ്ങൾക്ക് 2. ഇവിടെ എത്രയാ? 3. അവിടെ ഞാൻ അവിടെ 3 ചോദ്യം ചോദിച്ചു. 2 എനിക്ക് തന്നെ 3 ആർക്കും കൊടുത്തു. ശരിയാ, എനിക്ക് 2 1 കിലോ തക്കാളിയുടെ വില 25-30 രൂപ. എന്നാ ഒരു 50 രൂപ ഉണ്ടാവുക. ഞാൻ ഞാൻ പോയിട്ട് മറ്റേ തക്കാളി കടയിൽ പോയിട്ട് അവരെ വളം അടിച്ചു നിന്നിട്ട് എന്തിനു വാങ്ങിച്ചിട്ടൊക്കെ വരാൻ ഇങ്ങോട്ട് വേണ്ടെന്ന് കൊളാബിയോ. അത് കൊളാബിയോ. ഞാൻ പറയാം ബിഗ് ബോസ് ഇറങ്ങുമെന്നാണ്. അടുത്ത സീസൺ തുടങ്ങുന്ന കൊളാബി പറയാം.